ഗുഡ് മോർണിംഗ്. നിങ്ങൾ ഈ സെമസ്റ്ററിൽ പഠിക്കുന്ന ഒരു പേപ്പറിന്റെ പേരാണ് ബയോ എനർജറ്റിക്സ് ആൻഡ് കാർബോഹൈഡ്രേറ്റ് മെറ്റബോളിസം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുന്നതാണ് ബേസിക് സോഴ്സ് ഓഫ് എനർജി. അപ്പോൾ അതുകൊണ്ടാണ് അത് പ്രത്യേക ഒരു പേപ്പറിൽ പഠിക്കുന്നത്. അപ്പോൾ ഈ മെറ്റബോളിസം പഠിക്കുന്നതിന് മുമ്പ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കൺസെപ്റ്റ് ആണ് ബയോ എനർജറ്റിക്സ്. അത് സിമ്പിൾ ആയിട്ട് ഡിഫൈൻ ചെയ്താൽ ഇറ്റ് ഈസ് ദ സ്റ്റഡി ഓഫ് എനർജി ഇൻ ലിവിംഗ് സിസ്റ്റം ആൻഡ് ലിവിംഗ് ഓർഗാനിസം ദാറ്റ് യൂട്ടിലൈസ് ദം. ലിവിംഗ് ഓർഗാനിസം എന്ന് ഞാൻ ഇനി അങ്ങോട്ട് പറയുമ്പോഴൊക്കെ നിങ്ങളുടെ മനസ്സിലൊരു സെൽ ആയിരിക്കണം. കാരണം ബേസിക് ആയിട്ടുള്ള ഒരു ലിവിംഗ് ഓർഗാനിസം എന്ന് പറയുന്നത് യൂണിസെല്ലുലാർ ഓർഗാനിസമാണ്. ഒരു സെല്ല് എന്നുള്ള കൺസെപ്റ്റ് എടുത്താൽ മതി. ആ സെല്ലിന്റെ ഒരു അസംബിൾ ആണല്ലോ നമ്മൾ ഈ ഹ്യൂമൻ ബീങ് വരെ ഉള്ള എല്ലാ ഓർഗാനിസംസും സെൽസിന്റെ അസംബ്ലീസാ. അപ്പൊ നമ്മൾ ലിവിംഗ് ഓർഗാനിസം പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ എടുക്കേണ്ട കൺസെപ്റ്റ് ലിവിംഗ് സെൽ ആണ്. അപ്പൊ ഒരു ലിവിംഗ് സെല്ലും അതിന് ചുറ്റിനുള്ള എൻവയൺമെന്റും ഇതിന്റെ എനർജിയുടെ സ്റ്റഡിയാണ് നമ്മൾ ബയോ എനർജറ്റിക്സ് എന്ന് പറയുന്നത്. ആൻഡ് ഈ എനർജി ലിവിംഗ് സിസ്റ്റത്തിൽ നിന്നും ഒരു ലിവിംഗ് സെൽ എങ്ങനെ എടുക്കുന്നു, എടുത്തു കഴിഞ്ഞാൽ അത് എങ്ങനെയൊക്കെ ട്രാൻസ്ഫോം ചെയ്യുന്നു, ട്രാൻസ്ഫോം ചെയ്ത് എങ്ങനെ ട്രാൻസ്ഡ്യൂസ് ചെയ്യുന്നു, ഇതെല്ലാം കൂടി ചേരുന്നതാണ് ബയോ എനർജറ്റിക്സ് എന്ന് പറയുന്നത്. അതിനു മുമ്പ് നമുക്കൊരു കഥ പോലെ എർത്ത് എങ്ങനെ ഒറിജിനേറ്റ് ചെയ്തു എന്നൊക്കെ ഒന്ന് പറഞ്ഞങ്ങ് പോവാം. അപ്പൊ എർത്ത് വാസ് ഒറിജിനേറ്റഡ് 4.5 ബില്യൺ ഇയേഴ്സ് ago and it was formed by Big Bang. ഇത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. അപ്പൊ ഇനീഷ്യലി എർത്തിലുള്ള ലാൻഡ് മാസിനെ പാൻജിയ എന്നും അതിലെ വാട്ടർ ബോഡിയെ പാന്തലാസ എന്നും ആണ് പറഞ്ഞിരുന്നത്. ആ ലാൻഡ് മാസ് പിന്നീട് ചെറിയ കോണ്ടിനെന്റൽ ഡ്രിഫ്റ്റ് വഴി രണ്ട് കഷണങ്ങളായി മാറി. ഒന്ന് ലൊറേഷ്യ, മറ്റേത് ഗോണ്ട്വാനിയ. പിന്നീട് കോണ്ടിനെന്റൽ ഡ്രിഫ്റ്റ് വഴിയാണ് ഇപ്പൊ കാണുന്ന 7 കോണ്ടിനെന്റ്സ് ആയി മാറിയത്. ഇനി അന്നത്തെ എർത്തിനെ നമ്മൾ പ്രൈമോഡിയൽ എർത്ത് എന്നും അന്നത്തെ ഓഷ്യനെ പ്രൈമോഡിയൽ സൂപ്പ് എന്നും ആണ് പറഞ്ഞിരുന്നത്. അന്നത്തെ ഏൻഷ്യൻ അറ്റ്മോസ്ഫിയറിൽ ഉണ്ടായിരുന്നത് വാട്ടർ വേപ്പർ, മീഥേൻ, അമോണിയ ഒക്കെ ആയിരുന്നു. മറ്റ് ഗ്യാസസും അന്നത്തെ വോൾക്കാനിക് ഇറപ്ഷൻ വഴി മറ്റ് ഗ്യാസസും ഉണ്ടായിരുന്നു. ആൻഡ് ദോസ് ഡേയ്സ് ദ എനർജി സോഴ്സ് വാസ് ലൈറ്റനിങ്, ഹീറ്റ് ആൻഡ് UV റേഡിയേഷൻ. അപ്പൊ ഇതുപോലെ ഒരു സിസ്റ്റം ഇതേപോലെ ആ പ്രൈമോഡിയൽ എർത്തിൽ എന്തൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഫോം ചെയ്തിട്ട് മില്ലർ ആൻഡ് യൂറി ഒരു എക്സ്പെരിമെന്റ് കണ്ടക്ട് ചെയ്തതായിട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അവിടെ എനർജി സോഴ്സ് ആയിട്ട് കൊടുത്തിരുന്നത് ഇലക്ട്രിക് സ്പാർക്ക് ആണ്. അപ്പൊ മില്ലർ ആൻഡ് യൂറി കണ്ടെത്തിയത് എന്താ, ആഫ്റ്റർ സം ടൈം സം ഓർഗാനിക് മോളിക്യൂൾസ് വെർ ഫോംഡ്. അപ്പൊ ഇങ്ങനെ ആയിരിക്കണം അന്നത്തെ പ്രൈമോഡിയൽ എർത്തിൽ ഓർഗാനിക് മോളിക്യൂൾസ് ഫോം ചെയ്തതും അത് പിന്നീട് അസംബിൾ ചെയ്ത് ആദ്യത്തെ ലിവിംഗ് സെൽ ഫോം ചെയ്തതും ആകാം എന്നാണ് അന്നത്തെ ഹൈപ്പോത്തസിസ്. അപ്പൊ അതിനെ കോയാസർവേറ്റ്സ് എന്ന് പറഞ്ഞിരുന്നു. എന്നിട്ട് കോയാസർവേറ്റ്സിന് ശേഷം പതുക്കെ ഓർഗാനിസംസ് ഇവോൾവ് ചെയ്ത് ഫൈനലി സൈനോബാക്ടീരിയ എന്ന ബ്ലൂ ഗ്രീൻ ഫോട്ടോസിന്തറ്റിക് ആൽഗേസ് ഫോം ചെയ്തു. അപ്പൊ ഇനീഷ്യലി ദ എർത്ത് വാസ് റെഡ്യൂസ്ഡ് അറ്റ്മോസ്ഫിയർ. അവിടെ ഓക്സിജൻ ഇല്ലായിരുന്നു. പിന്നീട് ഫോട്ടോസിന്തറ്റിക് ഓർഗാനിസംസ് ഉണ്ടായതിനു ശേഷമാണ് കാർബൺ ഡയോക്സൈഡ് യൂട്ടിലൈസ് ചെയ്യുകയും ഓക്സിജൻ ഇവോൾവ് ചെയ്യുകയും ചെയ്തതും പിന്നീട് എർത്തിന്റെ അറ്റ്മോസ്ഫിയർ ഓക്സിഡൈസ്ഡ് അറ്റ്മോസ്ഫിയർ ആയിട്ട് മാറുന്നതും. അപ്പൊ ആദ്യം ഫോം ചെയ്ത ആ ബിഗ് ബാങ് വഴി ഉണ്ടായ ഹോട്ട് ബോൾ പിന്നീട് ഇന്ന് കാണുന്ന ഈ മനോഹരമായ ഭൂമിയായിട്ട് മാറുന്നത് കാലങ്ങൾക്ക് ശേഷമാണ്. ഓരോ പ്രോസസ്സിന് ശേഷമാണ് ഇന്ന് നമ്മൾ ഈ കാണുന്ന എർത്തായിട്ട് മാറുന്നത്. അപ്പൊ ലൈഫ് ഒറിജിനേറ്റ് ചെയ്തതിന്റെ ഒരു കഥ പറഞ്ഞു കഴിഞ്ഞാൽ 3.5 ബില്യൺ ഇയേഴ്സ് അഗോ ലൈഫ് ഹാഡ് ഒറിജിനേറ്റഡ്. എർത്ത് ഫോം ചെയ്ത എപ്പോഴാണ് 4.5 ബില്യൺ ഇയേഴ്സ്. അപ്പൊ ഈ 1 ബില്യൺ ഇയർ എടുത്തു ഒരു ലൈഫ് ഒറിജിനേറ്റ് ചെയ്യാനായിട്ട്. ആലോചിച്ച് നോക്കണം നിങ്ങൾ. അപ്പൊ ഇവിടെ ഞാൻ ടൈം സ്കെയിൽ കൊടുത്തിട്ടുണ്ട്. ഓരോ കാലഘട്ടത്തിൽ ഏതൊക്കെ ഓർഗാനിസംസ് ആണ് ഫോം ചെയ്തത്. ഫൈനലി 1000 മില്യൺ ഇയേഴ്സ് അഗോ മൾട്ടി സെല്ലുലാർ ഓർഗാനിസംസ് അപ്പിയർ ചെയ്തു. ഈ ഹ്യൂമൻ ബീങ്ങിന്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ 1 മില്യൺ ഇയർ അഗോ ആണ് ഹ്യൂമൻ ബീങ് യംഗസ്റ്റ് എന്നാണ് പറയപ്പെടുന്നത്. It is 1 million year ago that human beings evolved. ഇനി ഇതിന്റെയൊക്കെ ഒരു അൾട്ടിമേറ്റ് സോഴ്സ് ഓഫ് എനർജി എന്ന് പറയുന്നത് സോളാർ എനർജി ആണെന്ന് നിങ്ങൾക്ക് അറിയാം. സോളാർ എനർജി, സണ്ണിന്റെ എനർജി എവിടെ നിന്ന് ഉണ്ടാകുന്നു എന്ന് ചോദിച്ചാൽ സൺ ഇസ് കൺസിഡർഡ് ആസ് എ ജൈജാന്റിക് ബോൾ ഓഫ് ഹൈഡ്രജൻ. അവിടെ ഹൈഡ്രജനും കൂടെ ഫ്യൂസ് ചെയ്ത് ഹീലിയം ഉണ്ടാകുന്നുണ്ട്. നിങ്ങൾ ഫിഷൻ റിയാക്ഷനും ഫ്യൂഷൻ റിയാക്ഷനും പഠിച്ചിട്ടുണ്ട്. ഈ രണ്ടും എനർജി റിലീസിങ് റിയാക്ഷൻസ് ആണ്. അപ്പൊ അവിടെ സണ്ണിന്റെ കാര്യത്തിൽ ഹൈഡ്രജനും കൂടെ ഫ്യൂസ് ചെയ്ത ഫ്യൂഷൻ റിയാക്ഷൻ വഴി ഹീലിയം ഉണ്ടാവുകയും അവിടുന്ന് റിലീസ് ചെയ്യുന്ന എനർജിയാണ് ആക്ച്വലി സോളാർ എനർജി. അപ്പൊ സകല ജീവജാലങ്ങൾക്കും സകല പ്ലാനറ്റ്സിനും ഒക്കെ എനർജി സോഴ്സ് ആയ സണ്ണിന്റെ എനർജി എന്ന് പറയുന്ന ഫ്യൂഷൻ റിയാക്ഷൻ വഴിയാണ് ഉണ്ടാവുന്നത്. നമുക്ക് ലിവിങ് ഓർഗാനിസത്തിന്റെ കാര്യങ്ങൾ ഇതും നിങ്ങൾ കുഞ്ഞുനാളിലൊക്കെ പഠിച്ചിട്ടുണ്ട്. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ലിവിങ് ഓർഗാനിസം എന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. എന്നാൽ നമുക്കൊന്ന് ജസ്റ്റ് സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ട് ഇത് പറഞ്ഞാൽ ലിവിങ് ഓർഗാനിസംസ് ആർ കോംപ്ലിക്കേറ്റഡ് ആൻഡ് ഹൈലി ഓർഗനൈസ്ഡ് ആൻഡ് ഈച്ച് കമ്പോണന്റ് ഓഫ് ദ ലിവിങ് ഓർഗാനിസം ഹാസ് ഗോട്ട് എ സ്പെസിഫിക് ഫംഗ്ഷൻ ഓർ പർപ്പസ്. ലിവിങ് ഓർഗാനിസത്തിന്റെ വേറെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇറ്റ് ക്യാൻ എക്സ്ട്രാക്ട് എനർജി ഫ്രം ദ എൻവയൺമെന്റ് ആൻഡ് ട്രാൻസ്ഫോം ദം. അപ്പൊ ഈ പ്രത്യേകതകൾ
നമ്മൾ നോക്കിക്കഴിഞ്ഞാല് ലിവിങ് ഓർഗാനിസത്തിന്റെ ബേസിക് ആയിട്ടുള്ള ആറ്റംസ് എടുത്തു കഴിഞ്ഞാൽ ഹൈഡ്രജൻ, കാർബൺ, ഓക്സിജൻ, ഇതൊക്കെ തന്നെയല്ലേ, നൈട്രജൻ, സൾഫർ, ഇതൊക്കെയാണ് ലിവിങ് ഓർഗാനിസത്തിന്റെ ബേസിക് ആറ്റമിക് ലെവൽ. നമ്മുടെ ബോഡി തന്നെ എടുത്തു നോക്കുക. നമ്മുടെ ബോഡിയെ ആറ്റം ആയിട്ട് നമ്മൾ തിരിച്ചു കഴിഞ്ഞാൽ ഈ ബോഡിയിൽ എന്തൊക്കെയുള്ള കാർബൺ ഉണ്ട്, ഹൈഡ്രജൻ ഉണ്ട്, നൈട്രജൻ ഉണ്ട്, ഓക്സിജൻ ഉണ്ട്, സൾഫർ ഉണ്ട്, പൊട്ടാഷ്യം ഉണ്ട്, ചില മിനറൽസ് ഉണ്ട്, കാൽഷ്യം, ഫോസ്ഫറസ് ഉണ്ട്, അല്ലെ? ഇങ്ങനെ നോൺ ലിവിങ് ആയിട്ടുള്ള ആറ്റംസ് എല്ലാം കൂടി ചേർന്ന് ലിവിങ് ഓർഗാനിസം ഉണ്ടായി. ഇപ്പൊ നോൺ ലിവിങ് ആയിട്ടുള്ള ഒരു സാധനം എടുത്ത് നോക്കി, ഒരു വുഡൻ ടേബിൾ എടുത്ത് നോക്കുക, കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ ഒക്കെ തന്നെയാണ് അതിന്റെ കമ്പോണൻസ്. പിന്നെ എന്തുകൊണ്ട് ലിവിങ് ഓർഗാനിസത്തിന് ഇത്രയും പ്രത്യേകതകളും ആ പ്രത്യേകതകൾ ഇല്ലാതെ എന്തുകൊണ്ട് നോൺ ലിവിങ് തിങ്സ് ഇരിക്കുന്നതും എന്ന് നോക്കിക്കഴിഞ്ഞാൽ, why? Because living organism, they obey a set of rules which is called the molecular logic of life. And this molecular logic of life is one which endow this living organism the capacity for self-organization and self-replication. അപ്പോൾ ലിവിങ് ഓർഗാനിസത്തിന്റെ ഗവേൺ ചെയ്യുന്ന ഒരു സെറ്റ് ഓഫ് റൂൾസ് ഉണ്ട്. അതിനെയാണ് നമ്മൾ മോളിക്കുലർ ലോജിക് ഓഫ് ലൈഫ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഞാൻ ഏതാനും ചില മോളിക്കുലർ ലോജിക് ഓഫ് ലൈഫ്, നമുക്ക് തൽക്കാലം ആപ്ലിക്കബിൾ ആയിട്ടുള്ള മോളിക്കുലർ ലോജിക് ഓഫ് ലൈഫ് ഓരോ സ്ലൈഡിനെയും താഴെ മെറൂൺ കളറിൽ ഇറ്റാലിക്സിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങളൊന്ന് വായിച്ചു പോയാൽ മതി, അത് മനസ്സിലാക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഇനി നമ്മുടെ ലിവിങ് ഓർഗാനിസത്തിന്റെ പ്രത്യേകത എടുത്തു കഴിഞ്ഞാൽ, ലിവിങ് ഓർഗാനിസത്തിന്റെ പ്രത്യേകത എടുത്തു കഴിഞ്ഞാൽ, you know that all the living organism, including a living monocellular organism, they have got macromolecules. ഇനി macromolecules ഏതൊക്കെയാ? പ്രോട്ടീൻസ്, കാർബോഹൈഡ്രേറ്റ്സ്, ലിപ്പിഡ്സ്, ന്യൂക്ലിക് ആസിഡ്സ്. പ്രോട്ടീൻസ് എന്തുകൊണ്ട് ഉണ്ടാക്കിയേക്കുന്നു? സിമ്പിൾ ആയിട്ടുള്ള അമിനോ ആസിഡ് കൊണ്ട് ഉണ്ടാക്കിയേക്കുന്നു, അതാണ് അതിന്റെ ബിൽഡിംഗ് ബ്ലോക്ക്. ഇനി ന്യൂക്ലിക് ആസിഡ് എടുത്തു കഴിഞ്ഞാൽ ന്യൂക്ലിയോടൈഡ്സ് ആണ് അതിന്റെ ബിൽഡിംഗ് ബ്ലോക്ക്. ലിപ്പിഡ്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഫാറ്റി ആസിഡും ഗ്ലിസറോളും ആണ് അതിന്റെ ബിൽഡിംഗ് ബ്ലോക്ക്. ഇനി കാർബോഹൈഡ്രേറ്റ് നോക്കിക്കഴിഞ്ഞാൽ മോണോസാക്കറൈഡ്സ് ആണ് അതിന്റെ ബിൽഡിംഗ് ബ്ലോക്ക്. എന്ന് വെച്ചാൽ എല്ലാ ഓർഗാനിസത്തിലുള്ള മാക്രോമോളിക്യൂൾസ് they are formed from simple building blocks. അപ്പൊ അതിന്റെ അർത്ഥം എന്തുവാ? സകല ജീവജാലങ്ങൾക്കും there is an underlying simplicity in the molecular organization. ഒരു മോണോസെല്ലുലർ ഓർഗാനിസം തൊട്ട് ഹൈലി കോംപ്ലിക്കേറ്റഡ് ഉള്ള ഹ്യൂമൻ ബീങ് എടുത്ത് നോക്കിയാൽ all of them have got a simplicity in molecular organization. പിന്നെ നമുക്ക് എല്ലാവർക്കും ഒരു കോമൺ ആൻസിസ്റ്റർ ആണ്. ആദ്യമായി ഉണ്ടായ കൊയാസർവേറ്റ് ആണ് നമ്മുടെ കോമൺ ആൻസിസ്റ്റർ. അവിടെ തൊട്ട് തുടങ്ങിയാണ് ഹ്യൂമൻ ബീങ് വരെ എത്തി നിൽക്കുന്നത്, അല്ലെ? പിന്നെ നമ്മുടെ ഓരോ ജീവജാലങ്ങളുടെയും ഐഡന്റിറ്റി എന്ന് പറയുന്നത് അതിലടങ്ങിയിരിക്കുന്ന ന്യൂക്ലിക് ആസിഡ് ആയ ജനറ്റിക് മെറ്റീരിയലും അതിന്റെ പ്രോഡക്റ്റ് ആയ പ്രോട്ടീൻസും ആണ്, അല്ലെ? പിന്നെ ഈ ഓർഗാനിസത്തിൽ നടക്കുന്ന ഓരോ പ്രോസസ്സും ഹൈലി എക്കണോമിക് ആണ്. വേസ്റ്റ് ആയിട്ടുള്ള ഒരൊറ്റ പ്രോസസ്സും ലിവിങ് ഓർഗാനിസത്തിൽ നടക്കുന്നില്ല. അതുകൊണ്ട് ദേ മെയിൻറ്റെയിൻ മോളിക്കുലർ എക്കോണമി. ഇനി എനർജി ട്രാൻസ്ഫോർമേഷൻസിന്റെ കാര്യം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് നിങ്ങൾക്ക് അറിയാം, എനർജി ക്യാൻ നൈദർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ്. ഇനി സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, ഓൾ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോസസ് പ്രൊസീഡ് വിത്ത് ആൻ ഇൻക്രീസ് ഇൻ ഡിസോർഡർനെസ്. ഇതാണ് നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള ഫസ്റ്റ് ലോയും സെക്കൻഡ് ലോയും. ലിവിങ് ഓർഗാനിസത്തിന്റെ കാര്യം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, ദേ ക്യാൻ അബ്സോർബ് എനർജി ഫ്രം ദ എൻവയൺമെന്റ് ആൻഡ് ട്രാൻസ്ഫോം ഇൻ ടു അനദർ ഫോം. ലിവിങ് ഓർഗാനിസം ക്യാൻ നൈദർ create nor destroy energy. What they can do? They can absorb energy from the environment and transform into another form. അപ്പോൾ അതാണ് അതിന്റെ പ്രത്യേകത. അപ്പോൾ ഓരോ ലിവിങ് ഓർഗാനിസവും they can maintain an orderliness at the expense of their environment. എന്ന് വെച്ചാൽ ഓരോ ലിവിങ് ഓർഗാനിസം അതിൻ്റെതായ ഒരു ഓർഡർലിനെസ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. എങ്ങനെ? അതിന്റെ എൻവയൺമെന്റിനെ ഡിസോർഡേർഡ് ആക്കിക്കൊണ്ട്. അതെങ്ങനെയാണെന്നുള്ളത് നോക്കാം. നമുക്ക് ലിവിങ് ഓർഗാനിസം നമുക്കൊരു ഓപ്പൺ സിസ്റ്റം ആയിട്ട് പറയാം. എന്തുകൊണ്ടാ? ഇപ്പൊ ലിവിങ് ഓർഗാനിസവും അതിന് ചുറ്റിനുള്ള എൻവയൺമെന്റ് നോക്കിക്കഴിഞ്ഞാൽ there is an exchange of matter and energy between the two. Okay, and it is a machine that extracts energy from the environment. And ഈ എൻവയൺമെന്റ് ഡിസോർഡർനെസ് കൂട്ടിക്കൊണ്ടിരിക്കും ലിവിങ് ഓർഗാനിസംസ്. ഓക്കെ, ആൻഡ് ദേ ആർ ഐസോതെർമൽ. ഒരു പെർട്ടിക്കുലർ ടൈമിൽ ലിവിങ് സെൽസിന്റെ എല്ലാ സ്ഥലങ്ങളും ഒരേ ടെമ്പറേച്ചറും പ്രഷറും ആയിരിക്കും. അപ്പോൾ ഒരൊറ്റ സെന്റൻസിൽ പറഞ്ഞു കഴിഞ്ഞാൽ ലിവിങ് സെൽസ് ആർ ഐസോതെർമൽ കെമിക്കൽ എൻജിൻസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇനി എനർജി അബ്സോർബ് ചെയ്യുന്നു എന്ന് ഞാൻ പറഞ്ഞു. ലിവിങ് സെൽ എൻവയൺമെന്റിൽ നിന്നും എനർജി അബ്സോർബ് ചെയ്യുന്നു. ചെയ്തിട്ട് എന്താ ചെയ്യുക? ഈ എനർജിയെ കെമിക്കൽ എനർജി ആയിട്ട് ട്രാൻസ്ഫോം ചെയ്യും. കെമിക്കൽ എനർജി നിങ്ങൾ കേട്ടിട്ടുണ്ട്, ATP. അപ്പൊ എനർജി ഏത് ഫോമിൽ എൻവയൺമെന്റിൽ നിന്നും ഒരു സെൽ എടുത്തു കഴിഞ്ഞാലും ഇമീഡിയറ്റ്ലി അതിനെ കെമിക്കൽ എനർജി ആക്കി മാറ്റുന്നു. ഈ കെമിക്കൽ എനർജി എന്തിനു ഉപയോഗിക്കുന്നു? to perform chemical work like biosynthesis. എല്ലാ ബയോസിന്തറ്റിക് പ്രോസസ്സിനും എനർജി ആവശ്യമുണ്ട്. പിന്നെ ഓസ്മോട്ടിക് വർക്ക് നിങ്ങൾ കഴിഞ്ഞ സെമി പഠിച്ചിട്ടുണ്ട്. ട്രാൻസ്പോർട്ടേഷൻ ഓഫ് മെറ്റീരിയൽസ് അക്രോസ് ദി സെൽ മെംബ്രെയിൻ. അവിടെ എനർജി റിക്വയറിംഗ് പ്രോസസ്സസ് ഇല്ലേ, ആക്റ്റീവ് ട്രാൻസ്പോർട്ട്, അവിടെ ഉപയോഗിക്കുന്നു. പിന്നെ കൺട്രാക്ഷൻ, ലോക്കോമോഷനായ മെക്കാനിക്കൽ വർക്കിന് ഉപയോഗിക്കുന്നു. അപ്പോൾ ഒരു ലിവിങ് ഓർഗാനിസം അല്ലെങ്കിൽ ലിവിങ് സെൽ എൻവയൺമെന്റിൽ നിന്നും എനർജി എടുത്ത് അബ്സോർബ് ചെയ്ത്
അതിനെ കെമിക്കൽ എനർജി ആയിട്ട് ട്രാൻസ്ഫോം ചെയ്തിട്ട് ഈ വർക്കുകൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു. നമ്മൾ ഇതൊരു സ്കിമാറ്റിക് റെപ്രസെന്റേഷൻ കൊടുത്തു കഴിഞ്ഞാൽ എൻവയൺമെന്റിലുള്ള ന്യൂട്രിയൻസും സൺലൈറ്റും ദേ ആർ ദി പൊട്ടൻഷ്യൽ എനർജി. ഇറ്റ് ഈസ് ടേക്കൺ അപ്പ് ബൈ ദ ലിവിങ് സെൽ ആൻഡ് ഇറ്റ് ഈസ് ട്രാൻസ്ഫോംഡ് ഇൻ ടു വേരിയസ് ഫോംസ്. ഇത് പല ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ട് അത് ഉപയോഗിക്കുന്നതിന് ശേഷം അത് അതിന്റെ മെറ്റബോളിക് എൻഡ് പ്രോഡക്റ്റ് ആയിട്ടുള്ള കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും അത് അറ്റ്മോസ്ഫിയറിലേക്ക് റിലീസ് ചെയ്യുന്നു. അതിനോടൊപ്പം ഹീറ്റും റിലീസ് ചെയ്യുന്നു. അങ്ങനെ അറ്റ്മോസ്ഫിയറിന്റെ എൻട്രോപ്പി ഇൻക്രീസ് ചെയ്യുന്നു. ഒറ്റ സെന്റൻസിൽ പറഞ്ഞാൽ ലിവിങ് ഓർഗാനിസം maintain an orderliness at the expense of their environment. They absorb energy from the environment and utilize it for various works and increase the disorderness of the environment. അതാണ് ഈ സ്കിമാറ്റിക് റെപ്രസെന്റേഷനിൽ കാണുന്നത്. ഇനി ലിവിങ് ഓർഗാനിസത്തിനുള്ള വേറൊരു പ്രത്യേകതരം മോളിക്യൂളാണ് എൻസൈംസ്. ദേ ആർ ബയോളജിക്കൽ കാറ്റലിസ്റ്റ്. അപ്പൊ നമ്മുടെ ഈ ലോകത്തുള്ള ഒരു ഫാക്ടറിക്കും 100% yield ഇല്ല. പക്ഷേ എൻസൈം കാറ്റലൈസ് റിയാക്ഷൻസിന് 100% yield ആണ്. ആൻഡ് ദർ ആർ അബ്സല്യൂട്ട്ലി നോ ബൈ പ്രോഡക്ട്സ്. അനാവശ്യമായ ഒരു ബൈ പ്രോഡക്റ്റും ഒരു എൻസൈം കാറ്റലൈസ് റിയാക്ഷൻസിനും ഇല്ല. ഉണ്ടാകുന്നുണ്ടെങ്കിൽ തന്നെ അത് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളാണ്. പിന്നെ എൻസൈംസ് ആർ ഹൈലി സ്പെസിഫിക്. അത് ഈ സെമിസ്റ്ററിൽ തന്നെ നിങ്ങൾ പഠിക്കും. എൻസൈംസിന്റെ ഒരു പ്രത്യേകതയാണ് ഹൈലി സ്പെസിഫിക്. എന്തുകൊണ്ട് ആ സ്പെസിഫിസിറ്റി വരുന്നു? ബിക്കോസ് ഓഫ് ദി സ്ട്രക്ചറൽ കോംപ്ലിമെന്റാരിറ്റി ബിറ്റ്വീൻ ദി എൻസൈം ആൻഡ് ദ സബ്സ്ട്രേറ്റ്. ഓക്കെ, ഇത് വേറൊരു പ്രത്യേകതയാണ് ലിവിങ് ഓർഗാനിസത്തിന്റെ. ഇനി എൻസൈമിന്റെ വേറെ പ്രത്യേകത എന്ന് വെച്ചാൽ ദേ ആർ ഹൈലി റെഗുലേറ്റഡ്. അണ്ടർസ്റ്റാൻഡ്? വെറുതെ ഒരു റിയാക്ഷനും സെല്ലിൽ നടക്കത്തില്ല. എല്ലാം ആവശ്യത്തിന് മാത്രമേ നടക്കൂ. നിങ്ങൾ ഈ മെറ്റബോളിക് പ്രോസസ് പഠിക്കുമ്പോൾ മനസ്സിലാവും ഓരോ റിയാക്ഷനും നടക്കണോ വേണ്ടേ എന്ന് ഒരുപാട് ഫാക്ടേഴ്സ് ആണ് തീരുമാനിക്കുന്നത്. ദേ ആർ ഹൈലി റെഗുലേറ്റഡ്. അതുകൊണ്ട് തന്നെയാണ് മാക്സിമം എക്കോണമി എന്ന് ഞാൻ പറഞ്ഞത്. അനാവശ്യമായ ഒരു പ്രോസസ്സും ഒരു ലിവിങ് സെല്ലിൽ നടക്കുന്നില്ല. പിന്നെ based on the type of energy obtained, the cells can be classified into photosynthetic cell and heterotrophic cells. Photosynthetic cells, autotrophs എന്ന് പറയാം നമുക്ക്. Photosynthetic cells അല്ലെങ്കിൽ autotrophs, they utilize solar energy as their main source of energy. Whereas heterotrophic cells, അവർ ഫോട്ടോസിന്തറ്റിക് സെൽസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. വാട്ട് ദേ ഡു, ദേ യൂട്ടിലൈസ് ഹൈലി റെഡ്യൂസ്ഡ് എനർജി റിച്ച് മോളിക്യൂൾസ് ലൈക്ക് ഗ്ലൂക്കോസ്. ഗ്ലൂക്കോസ് ഒരു ഹൈലി റെഡ്യൂസ്ഡ് ആയിട്ടുള്ള മോളിക്യൂൾ ആണ്. നിങ്ങൾക്ക് അതിന്റെ സ്ട്രക്ചറൽ ഫോർമുല അറിയാം. അപ്പൊ റെഡ്യൂസ്ഡ് ആയിട്ടുള്ള ഗ്ലൂക്കോസിനെ ഓക്സിഡൈസ് ചെയ്ത് അതിന്റെ ബൈ പ്രോഡക്റ്റ് ആയിട്ടുള്ള CO2 വാട്ടറും റിലീസ് ചെയ്യുന്നു അറ്റ്മോസ്ഫിയറിലേക്ക്. എന്നിട്ട് അതിൽ നിന്നും ഉണ്ടാകുന്ന എനർജി അതെന്ത് ചെയ്യും? കൺസേർവ് ചെയ്യും. ATPയുടെ രൂപത്തിൽ കൺസേർവ് ചെയ്തിട്ട് പല പല ആവശ്യങ്ങൾക്ക് ആ സെൽസ്, ആ ഹെറ്ററോട്രോഫിക് സെൽസ് യൂട്ടിലൈസ് ചെയ്യുന്നു. ഇനി ATP എന്ന വാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ട്, അഡിനസിൻ ട്രൈ ഫോസ്ഫേറ്റ്. അപ്പൊ ATP ഈസ് കോൾഡ് ദി എനർജി കറൻസി ഓഫ് ദി സെൽ. കറൻസി എന്ന വാക്ക് നോക്കിക്കേ, നമ്മൾ ഉപയോഗിക്കുന്ന കറൻസി എന്തുവാ? നോട്ട്, നാണയം, ഡോളർ, ഇതെല്ലാം കറൻസിയാണ്. ഇപ്പൊ കറൻസിയുടെ പ്രത്യേകത എന്തുവാ? ഒരു സാധനം നമുക്ക് വാങ്ങണമെങ്കിൽ കറൻസി കൊടുക്കണം. ഇനി ഒരു സാധനം വിറ്റാൽ നമുക്ക് കറൻസി കിട്ടും. അപ്പൊ വാങ്ങലിന്റെയും വിക്കലിന്റെയും ഇടയ്ക്ക് ലിങ്ക് ആണ് കറൻസി എന്ന് പറയുന്നത്. അതേപോലെ സെല്ലിൻ്റെ അകത്ത് ഒരുപാട് പ്രോസസ്സസ്, എനർജി റിലീസിങ് പ്രോസസ്സസ് നടക്കുന്നുണ്ട്. അതേപോലെ എനർജി യൂട്ടിലൈസിങ് പ്രോസസ്സസ് നടക്കുന്നുണ്ട്. അപ്പൊ എനർജി യൂട്ടിലൈസിങ് പ്രോസസ്സസിന്റെ എനർജി സോഴ്സ് എന്ന് പറയുന്നത് എനർജി റിലീസിങ് പ്രോസസ്സസ് ആണ്. അപ്പൊ എനർജി റിലീസിങ് പ്രോസസ്സസിൽ നിന്നും എനർജി റിലീസ് ചെയ്യുമ്പോൾ അത് ATPയുടെ രൂപത്തിൽ കൺസേർവ് ചെയ്ത് അത് എനർജി യൂട്ടിലൈസിങ് പ്രോസസ്സിന് ഉപയോഗിക്കപ്പെടുന്നു. അണ്ടർസ്റ്റാൻഡ്? അപ്പൊ എനർജി റിലീസിങ് പ്രോസസ്സും എനർജി യൂട്ടിലൈസിങ് പ്രോസസ്സും തമ്മിലുള്ള ലിങ്ക് ആണ് ATP എന്ന് പറയുന്നത്. അപ്പോൾ സെല്ലിൽ ഒരുപാട് റിയാക്ഷൻസ് ഉണ്ട്. അത് സീക്വൻഷ്യൽ റിയാക്ഷൻ, ഒറ്റയടിക്കല്ല ഗ്ലൂക്കോസ് CO2 വാട്ടർ ആയിട്ട് മാറുന്നത്. ഒരുപാട് സീക്വൻസ് ഓഫ് റിയാക്ഷൻസ് വഴിയാണ് ഓരോ മെറ്റബോളിക് പ്രോസസ് സെല്ലിൽ നടക്കുന്നത്. അപ്പൊ അവിടെ ഈ എനർജി യൂട്ടിലൈസേഷൻ അല്ലെങ്കിൽ എനർജി കൺസർവേഷൻ ഇതെല്ലാം ATPയുടെ രൂപത്തിലാണ് നടക്കുന്നത്. അത് പിന്നീട് നിങ്ങൾ ഇത് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും ഓരോന്നും.